ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന പുസ്തകം റോമർക്ക് എഴുതിയ ലേഖനമാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1 മുതൽ 7, 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്: നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ ഈ ആദ്യ വാക്കുകളിൽ മലയാളത്തില് ഇംഗ്ലീഷിലുമായിട്ട് അതിൻ്റെ മൂലഭാഷയിലും അതിൻ്റെ വാക്യങ്ങളുടെ ഓർഡറിൽ ചില വ്യത്യാസമുണ്ട്. ഞാനതിൽ ഇംഗ്ലീഷിലും കൂടി ഒന്ന് വായിക്കാം. പോൾ, എ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, called to be an apostle, separated unto the gospel of God, which he had promised before by his prophets in the holy scriptures, concerning his Son, Jesus Christ our Lord, which was made of the seed of David according to the flesh, and declared to be Son of God with power, according to the Spirit of holiness, by the resurrection from the dead, by whom we have received grace and apostleship for obedience to the faith among all nations for his name, among whom are ye also the called of Jesus Christ. എന്താണ് ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് ശരിക്കും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ്, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ സുവിശേഷത്തിനായി വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. അതിനുശേഷം ആ സുവിശേഷം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മുൻകൂട്ടി വാഗ്ദാനം ചെയ്തപ്പെട്ട സുവിശേഷമാണ്. അത് കൺസേണിങ് ഹിസ് സൺ, തൻ്റെ പുത്രനെ കുറിച്ചുള്ളതാണ്. അത് പുത്രനെ കുറിച്ച്, നമ്മുടെ കർത്താവും ദൈവത്തിന്റെ പുത്രനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ആ യേശുക്രിസ്തുവിനാലാണ് ഞങ്ങൾ അപ്പോസ്തലത്വവും കൃപയും പ്രാപിച്ചത്. അത് എന്തിനാണ്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ അനുസരണം, സകല ജാതികളുടെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ്. അതിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. റോമിലുള്ള നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും അവനാൽ വിളിക്കപ്പെട്ടവരുമാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഇങ്ങനെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൽ നിന്ന് ആരംഭിച്ച് സുവിശേഷത്തിലേക്ക് കയറി, സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലേക്ക് കയറി, യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് പറഞ്ഞിട്ട് ആ യേശുക്രിസ്തുവാണ് എനിക്ക് അപ്പോസ്തലത്വം തന്നത്. ആ അപ്പോസ്തലത്വത്തിന്റെ ഉപഭോക്താക്കളാണ് നിങ്ങൾ, റോമിലുള്ള നിങ്ങളും. നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരുമാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് ആ ഒരു വാക്യത്തിന്റെ ഘടന എന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യം നമ്മളോട് വീണ്ടും പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം ബൈബിളിലുള്ളതുപോലെയല്ല ഞാൻ ഈ വാക്യത്തെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്: Paul, a servant of Jesus Christ, called to be an apostle, separated unto the gospel of God. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 3 ടൈറ്റിലുകളാണ് ആദ്യം തന്നെ പറയുന്നത്. ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുമ്പോൾ അവർ റോമിലുള്ളവരെ തന്നെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന 3 ടൈറ്റിലുകളാണ്. ഒന്നാമത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ. രണ്ടാമത്തത് കോൾഡ് ടു ബി ആൻ അപ്പോസ്റ്റൽ, അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവൻ. മൂന്നാമത്തത്
സെപ്പറേറ്റഡ് അൺടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ടവൻ. ഇപ്പൊ ഈ 3 വാക്യങ്ങളാണ്, ആ 3 ടൈറ്റിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. റോമർക്ക് എഴുതിയ ലേഖനത്തെ പറ്റി തുടർച്ചയായിട്ട് പ്രസംഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. റോമർക്ക് എഴുതിയ ലേഖനത്തെ പറ്റി നമുക്ക് അടുത്ത ഒരു പ്രസംഗത്തിൽ അതിന്റെ ചരിത്രവും അതിന്റെ കാരണങ്ങളും അടുത്ത 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാം. എന്നാൽ റോമർക്ക് പൗലോസ് അപ്പോസ്തലന് ഇതുവരെ റോമിൽ ഈ ലേഖനം എഴുതുമ്പോൾ ഇതുവരെ റോമിലേക്ക് പോയിട്ടില്ല, റോമിലുള്ള വിശ്വാസികളെ കണ്ടിട്ടില്ല. അപ്പൊ അതിന് താൻ ചെല്ലുന്ന റോമിലേക്ക് താൻ എത്രയും പെട്ടെന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ 2ാമത്തെ മിഷണറി ജേർണിയുടെ ഇടയിലാണ് കൊരിന്തിൽ വെച്ചാണ് താൻ ഈ റോമർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത്. അപ്പോൾ അവിടെയുള്ള വിശ്വാസികളെ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് താൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. സുവിശേഷം എന്താണെന്ന് വിശദീകരിക്കുകയാണ്, ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷം എന്താണെന്ന് വിശദീകരിക്കുകയാണ് റോമർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ അവിടെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ആദ്യത്തെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എന്താണ്? കർത്താവിന്റെ ദാസൻ എന്നുള്ളതാണ്. പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ കർത്താവിന്റെ ദാസനാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പല പാസ്റ്റർമാരെ കാണുന്നുണ്ട്, റവറൻസ് എന്നൊക്കെ വെച്ചുകൊണ്ട് പല വളരെ ഇതൊക്കെ ആണെങ്കിൽ സുവിശേഷകൻ, അത് കഴിഞ്ഞ് പാസ്റ്റർ, അത് കഴിഞ്ഞ് അങ്ങനെ മേളിട്ട് കയറി 8000 റെവറൻറ്റ് വരെ എത്തും. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന ഉള്ള രീതിയിലാണ്, യേശുക്രിസ്തുവിന്റെ എളിയ ദാസൻ എന്നുള്ള രീതിയിലാണ്. പൗലോസ് തന്റെ എളിമ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അതോടുകൂടെ താൻ കർത്താവിന്റെ ഒരു ദാസനായിരുന്നു, താൻ കർത്താവിനെ സേവിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരാളായിരുന്നു. കർത്താവിനെ ഏത് സമയവും സെർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു തൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം. നമ്മുടെ ദാസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്ടിൽ ജോലിക്ക് എടുക്കുന്ന ഒരു ദാസൻ എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഇതിന് വരുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് ദാസന്മാരുണ്ടായിരുന്നു. ഒരു ദാസൻ എന്താണ്, യോബേൽ സംവത്സരമാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പോകാം, എന്നാൽ ആ ദാസൻ പറയുകയാണ് എനിക്ക് എൻ്റെ യജമാനോട് കൂടെ നിന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അവന്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം, ആ കട്ടിളപ്പാതയിൽ കുറച്ച് ആചാരങ്ങളുണ്ട്, അതനുസരിച്ച് അവനോട് നിർത്താനായിട്ട് പറ്റും. അത് തൻ്റെ ദാസന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതേപോലെ പൗലോസ് ഇവിടെ പറയുന്നത് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനാണ്, ഞാൻ സ്വയമായിട്ട് ആ ദൈവത്തെ സേവിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ദാസനാണ് ഞാൻ. കോൾ ടു ബി ആൻ അപ്പോസ്റ്റൽ, യേശുക്രിസ്തുവിന്റെ അപ്പോസ്റ്റലിനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. നമ്മൾ ഈ ലേഖനം വായിക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഇത് അപ്പോസ്റ്റലനായ പൗലോസ് എഴുതിയത് കൊണ്ടാണ്. അപ്പോസ്റ്റലനായിട്ട് കർത്താവ് അവനെ വിളിച്ചത് കൊണ്ടാണ്. യേശുക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുവാൻ കർത്താവ് വിളിച്ച ഒരാളാണ് അപ്പോസ്റ്റലനായ പൗലോസ്. ഈ റോമർക്ക് അന്നൊരു ലേഖനം കർത്താവായ യേശുക്രിസ്തു എഴുതുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ലേഖനം തന്നെയായിരിക്കും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അതേ വാക്കുകൾ തന്നെയാണ് നമ്മൾ ഇത് വായിക്കുന്നത്. അതേ അതോറിറ്റിയോട് കൂടെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഈ വാക്കുകളെ പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം കർത്താവായ യേശുക്രിസ്തു ആണ് പൗലോസിനെ അപ്പോസ്തലനായി വിളിച്ചത്, അവനെ ആ വേല ഏൽപ്പിച്ചത്. സെപ്പറേറ്റഡ് അൺടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്, സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട ഒരു അപ്പോസ്തലനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ പ്രസാദിച്ചപ്പോൾ എന്ന് വായിക്കുന്നുണ്ട്. അപ്പം അപ്പോസ്തലനായ പൗലോസ് ജനനം മുതല് പൗലോസിന് ഒരു വിളി ഉണ്ടായിരുന്നു. പൗലോസിനെ ദൈവം കണ്ടതാണ്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചാണ് കണ്ടത്. എന്നാൽ അതിനു മുന്നമേ ദൈവം പൗലോസിനെ വേർതിരിച്ചു വിളിച്ചു. എന്തിനു വേണ്ടിയാണ്? സുവിശേഷത്തിന് വേണ്ടി. താൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ഈ സുവിശേഷത്തിനായിട്ട് കഷ്ടം അനുഭവിക്കുന്നു. താൻ ഈ സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ പല പ്രത്യയ ശാസ്ത്രങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ അതിലെല്ലാത്തിലും വെച്ച് നമുക്ക് നമ്മുടെ ജീവൻ വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു
സംഗതിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ സത്യത്തിനായി നമ്മുടെ ജീവൻ വരെ കൊടുത്താലും അതും അധികമാകുകയില്ല. അത്രമാത്രം മൂല്യമുള്ള ഒരു കാര്യമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തൻ്റെ ഒരു ടൈറ്റിലായിട്ട് തന്നെ പറയുന്നത്, ഞാൻ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ് എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് പൗലോസിന്റെ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. പൗലോസിന്റെ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസ് സുവിശേഷ വേല ചെയ്യുന്ന ആ സുവിശേഷ വേലയിൽ തൻ്റെ ആ പ്രവൃത്തി, ആ സുവിശേഷത്തോടുള്ള തൻ്റെ പ്രതിപത്തി എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു സെന്റൻസ് ആണ് തുടർന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ താൻ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട ആളാണ്. അപ്പോൾ സുവിശേഷം എന്താണ് എന്നാണ് തുടർന്ന് താൻ പറയുന്നത്. അവിടെ തന്നെ ആദ്യമേ പറയുന്ന ഒരു കാര്യം, സെപ്പറേറ്റഡ് അൺ ടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടിയാണ് തന്നെ വിളിച്ചു വേർതിരിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ഈ സുവിശേഷം എന്ന് പറയുന്നത് ആരുടെയാണ്? ദൈവത്തിന്റെയാണ്, കർത്താവിന്റെയാണ്. ആ സുവിശേഷത്തിനോട് നമ്മൾ ഒന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കുവാനോ മറ്റുള്ളവരുടെ താല്പര്യപ്രകാരം അതിനെ മാറ്റി ഒടുക്കുവാനോ ഒന്നും പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ദൈവമാണ് ഈ സുവിശേഷം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് നീതീകരണമുണ്ട്, അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് പാപമോചനമുണ്ട്, അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് നിത്യജീവനുണ്ട്, അവന്റെ മക്കളായി തീരുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ആ സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷമാണ്. അതിനോട് കൂടെ ചേർക്കുവാനായിട്ട് നമുക്ക് ഒന്നും തന്നെ ഇല്ല. ആ സുവിശേഷം എന്ന് പറയുന്നത് അടുത്തത്, which he promised for by his prophets in the holy scriptures, വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. നമുക്കറിയാം, ആദിമ മനുഷ്യനായ ആദാമിനെ ഹവ്വേനെ ദൈവം ഏദൻ തോട്ടത്തിൽ ആക്കി. എന്നാൽ പാമ്പ് വന്ന് ഹവ്വയെ വഞ്ചിച്ചു. തുടർന്ന് അവര് ആദമും ഹവ്വയും പാപികളായി തീർന്നു. മനുഷ്യരാശി പാപത്തിൽ പെട്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവിടെ വെച്ച് ദൈവം മനുഷ്യന്, ആദത്തിന് ഓഫർ ചെയ്ത ഒരു കാര്യമാണ്, ഓഫർ ചെയ്തതല്ല, താൻ അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും, സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് പറയുന്നത്. ആ പിശാചിനെ, ആ സാത്താനെ ഒരു ഇതായിട്ട് എടുത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായിട്ട് വന്ന് ആ സാത്താന്റെ തലയെ തകർത്ത് അവർക്കൊരു രക്ഷ ഒരുക്കും എന്നുള്ള സുവിശേഷം ഏദൻ തോട്ടത്തിലെ കർത്താവ് അവരോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സുവിശേഷം എന്ന് പറയുന്നത് പഴയ നിയമ പ്രവാചന പുസ്തകങ്ങളിൽ നമ്മൾ പല പ്രാവശ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. മോശ യേശു കർത്താവിനെ പറ്റി എഴുതി, ഞാനൊരു പ്രവാചകനെ, അത് നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മതി. അതിന്റെ എബ്രായ ലേഖനം അതിന്റെ 3:5 കൂടി ഒന്ന് വായിക്കാം. ഇപ്പൊ എബ്രായ ലേഖനകാരൻ പറയുന്നത്, മോശ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞു. അതിന് കാരണം എന്താണ്? അവൻ അരുളി ചെയ്തതിന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ്. മോശ എന്താണ് അരുളി ചെയ്തത്? തന്നെ പോലെ ഒരു പ്രവാചകനെ ദൈവം അയക്കും, നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം, അവന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ അവന്റെ വാക്കുകളെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അവനെ ഞാൻ ന്യായം വിധിക്കും. എന്നെ പോലെയുള്ള ആ പ്രവാചകൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആണ്. ആ മോശയ്ക്ക് ഇത്ര പ്രാധാന്യം ബൈബിളിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതി ഈ കാര്യങ്ങളെല്ലാം അവനെ ഒരു പ്രവാചകൻ എന്ന് എണ്ണി അവനെ അത്രയും ഇസ്രായേൽ മക്കളെയൊക്കെ കൊണ്ടുവന്ന് അത്ഭുതങ്ങളെ ചെയ്ത് അടയാളങ്ങളെ ചെയ്ത് ഒക്കെ മോശയുടെ കൈകളാൽ ചെയ്തു. ആ ഒരു ഭൃത്യനായിട്ട് മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനൊരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകനിലൂടെ മശിഹയെ പറ്റി വാഗ്ദാനം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഏദൻ തോട്ടത്തിൽ വെച്ച് മോശ എഴുതി, സ്ത്രീയുടെ സന്തതിയായിട്ട് സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് എഴുതി. അതിനുശേഷം ഡ്യൂട്രോണമിയിൽ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് നിന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ
നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് ഇസ്ഹാക്കിന്റെ സന്തതിയായിട്ടാണ് വരുന്നത്, മെസ്സിഹ വരുന്നത്. യാക്കോബിനോട് പറയുന്നുണ്ട്, രാജതണ്ണ് നിന്റെ കാലികൾക്കിടയിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. അതിനുശേഷം യഹൂദയോട് പറയുന്നുണ്ട്. അങ്ങനെ ദാവീദിനോട് വരുന്നുണ്ട്, നിന്റെ മശിഹ നിന്റെ സന്തതിയായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിന്റെയും പ്രവചന നിവർത്തി എന്നോണമാണ് ഈ സുവിശേഷം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സുവിശേഷം പെട്ടെന്ന് വന്ന ഒരാളുടെ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് യേശുക്രിസ്തു ഒരാളിങ്ങ് ജനിച്ചു. പെട്ടെന്ന് അയാൾക്ക് തോന്നി, ഞാനൊരു ദൈവമാണ്, ഞാൻ പറയുന്നതാണ് എല്ലാം, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നൊന്നും തോന്നി അങ്ങനെ വന്ന ഒരു കാര്യമല്ല ഇത്. ആ ഭൂമിയുടെ ഉദയം മുതൽ മനുഷ്യരാശി തുടങ്ങുന്നത് മുതല് ദൈവം വാഗ്ദാനം ചെയ്തപ്പെട്ട ഒരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോ മുൻകൂട്ടി വാഗ്ദാനം ചെയ്തപ്പെട്ട സുവിശേഷമാണ് നമ്മുടെ കയ്യിൽ നമുക്ക് തന്നിരിക്കുന്നത്. അത് കൺസേണിങ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. അത് ആ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതാണ്. ദൈവത്തിന്റെ മകനായ കർത്താവായ ദൈവത്തിന്റെ മകനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പലപ്പോഴും സുവിശേഷം എന്ന് പറയുന്നത് ഡോക്ട്രിൻ ആണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാദിക്കാറുണ്ട്, എന്താണ് നീതീകരണം, ഇതാണ് നീതീകരണം, ഇത്. ഒരുപക്ഷെ ഈ ബൈബിള് മൊത്തം അറിയാമെങ്കിലും നമ്മൾ സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്താണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. ആ ബന്ധം നമുക്കില്ലായിരുന്നു, നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലുള്ള വിശ്വാസം മൂലം നമുക്ക് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് കിട്ടി. ആ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവര് രാവിലെ മുതൽ എല്ലാ ദിവസവും കർത്താവിന്റെ പുറകെ നടന്നു. കർത്താവ് ഭക്ഷിച്ചു, കർത്താവ് പോകുന്നിടത്ത് പോയി കർത്താവിന്റെ പ്രസംഗങ്ങൾ കേട്ടു, കർത്താവിന്റെ അത്ഭുതങ്ങളിൽ പങ്കാളികളായി, കർത്താവിന് വേണ്ടത് സെർവ് ചെയ്തു. അങ്ങനെ എല്ലാം ചെയ്തു. അവര് ക്രൂശിൽ മരിച്ചു. കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തിന് ശേഷം ശിഷ്യന്മാർക്ക് എന്താണ് ആ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കാൻ നേരത്തെ അവരോട് പറഞ്ഞത്, നിങ്ങൾ സർവ്വഭൂമിയിലും പോയി സുവിശേഷം അറിയിച്ച് വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യുക, എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുക. അവർ ഇത്രയും നാള് 12 പേരും എങ്ങനെ കർത്താവിന്റെ ശിഷ്യരായിരുന്നോ അതേപോലെ നിങ്ങളും പോയി ശിഷ്യരാക്കിക്കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, കർത്താവിന്റെ ഒപ്പം ഉറങ്ങുന്നു, ഉണ്ണുന്നു, എഴുന്നേൽക്കുന്നു, അവനുമായിട്ട് ബന്ധത്തിൽ നടക്കുന്നു, അവനെ അനുഗമിക്കുന്നു, അവനുമായിട്ട് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നു. നമ്മൾ അവനെ കാണുന്നില്ല എങ്കിലും അവന്റെ വചനം നമ്മുടെ കൈകളിലുണ്ട്. അവന്റെ വചനത്തിന്റെ കൂട്ടായ്മയാണ് അവനുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. നമ്മൾ അവനെ കാണുന്നില്ല എങ്കിലും പ്രാർത്ഥനയിൽ നമ്മൾ അവനോടുമായിട്ട് സംസാരിക്കുന്നു. അവന്റെ വചനത്തിലൂടെ അവൻ നമ്മളോട് സംസാരിക്കുന്നു. ആ കൂട്ടായ്മയാണ് ശരിക്കും എന്താണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. ആ കൂട്ടായ്മ ഇല്ല എങ്കിൽ, കർത്താവുമായ യേശുക്രിസ്തുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് ഈ സുവിശേഷത്തിന്റെ ഭാഗമല്ല നമ്മൾ എന്ന് പറയുന്നത്. ഈ സുവിശേഷം എന്ന് പറയുന്നത് കൺസേണിങ് ഹിസ് സൺ, അത് ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതാണ്. യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ആ നടപ്പിനെ പറ്റിയുള്ളതാണ്. അത് നമുക്ക് എന്തൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും, നമ്മുടെ പാപങ്ങളുണ്ട്, നമ്മുടെ ജീവിതങ്ങളിൽ പലവിധമായ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കർത്താവുമായിട്ട് നടക്കുമ്പോൾ നമ്മൾ ആ കർത്താവിന്റെ ആ സുഗന്ധം നമ്മളിലേക്കും വരും എന്നുള്ളതാണ്. എന്താണ്, മുല്ലപ്പൊടി പൂമ്പൊടി ഏറ്റു കിടക്കുന്ന കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറയുന്നത് പോലെ, നമ്മുടെ സുവിശേഷം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ കർത്താവിനോടൊപ്പം നടന്നില്ലെങ്കിൽ അതൊക്കെ വ്യർത്ഥമാണ്. നമ്മൾ കർത്താവിൽ നിന്ന് ഏറ്റവും അകന്നാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ആ സുഗന്ധം ഏറ്റവും കുറവായിരിക്കും. നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ
കർത്താവിന്റെ ആ സുഗന്ധം പരത്തുന്നവരായി ദൈവം നമ്മളെയും തീർക്കും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായി അങ്ങനെ മാറും എന്നുള്ളതാണ്. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. ആ കർത്താവ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പൗലോസ് അതിനെപ്പറ്റി പറയുന്നത്. ദാവീദിന്റെ സന്തതിയായി, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൽ മനുഷ്യത്വവും ദൈവത്വവും ഒരുമിച്ച് സമ്മേളിച്ച ഒരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. മനുഷ്യൻ എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചത്. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന രീതിയിൽ ഒരു മനുഷ്യ കുഞ്ഞായിട്ടാണ് അവൻ ജനിച്ചത്. അവൻ മറിയയുടെ പാല് കുടിച്ചാണ് വളർന്നു വന്നത്. നമ്മൾ കഴിക്കുന്നത് പോലെ ഭക്ഷണവും എല്ലാം കഴിച്ചാണ് കർത്താവ് വളർന്നു വന്നത്. കർത്താവ് ഈ നമ്മുടെ യെശയ്യാ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവൻ രോഗം ശീലിച്ചവനായിട്ടിരുന്നു. കർത്താവിന് പനി വന്നിട്ടുണ്ട്, മഴ നനഞ്ഞ പനി വരും. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനായിട്ടാണ് കർത്താവ് ജീവിച്ചത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ എല്ലാ ആകുലതകളും കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ട് നമുക്ക് മഹാപുരോഹിതനായിട്ട് കർത്താവുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിലാക്കുന്ന, ദൈവത്തിന് മുമ്പാകെ നമ്മളെ എല്ലാ അപേക്ഷകളും അർപ്പിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നത്. അവൻ ദാവീദിന്റെ സന്തതിയായിട്ടാണ് ജഡത്തിൽ ജനിച്ചു വന്നത്. മറിയയും ജോസഫും ദാവീദിന്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് ഉള്ളത്. അവർ രണ്ടുപേരുടെയും പുത്രനായിട്ട്, മറിയയുടെ പുത്രനായിട്ട് കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. യോസഫ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ലീഗൽ ഫാദർ ആയിട്ട് വരും. അപ്പൊ ഇവര് രണ്ടുപേരും ദാവീദിന്റെ സന്തതി പരമ്പരയിലാണ്. അത് നമ്മുടെ പഴയ നിയമത്തിന്റെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ സുവിശേഷത്തിന്റെ നിവൃത്തിയാണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ ദാവീദിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചത്, മനുഷ്യനായിട്ടാണ് വന്നത്, മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു, മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരണം ആസ്വദിച്ചു. എന്നാൽ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. കർത്താവ് പൂർണ്ണ ദൈവവുമായിരുന്നു. എന്നാൽ ആ ദൈവമാണ് എന്ന് നിർണയിക്കപ്പെട്ടത്, അത് ഇംഗ്ലീഷില് ഡിക്ലെയർഡ് എന്നാണ് വായിക്കുന്നത്. മൂലഭാഷയിൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ഡിസ്റ്റിങ്വിഷ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിൽ നിന്ന് മൂല അർത്ഥം വരുന്നത്. അതായത് വേർതിരിച്ച് കാണിക്കപ്പെട്ടു. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് അവൻ ദൈവപുത്രനാണ് എന്ന് വേർതിരിച്ച് കാണിക്കപ്പെട്ടു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, അവൻ പൂർണ്ണ ദൈവവുമാണ്. ആ ദൈവത്വം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്താണ്? അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടു. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 6-8 വാക്യങ്ങളൊന്ന് വായിക്കാം. മതി. പൗലോസ് പറയാണ്, 500-ലധികം പേർക്ക് കർത്താവ് ഏറ്റവും ഒരുമിച്ച് പ്രത്യക്ഷനായി. അതിനുശേഷം അതിൽ മിക്കവരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. തനിക്കും പ്രത്യക്ഷനായി, തന്റെ 12 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോ കർത്താവ് മരിച്ചതിന് ശേഷം ഭീരുക്കളായി ഒരു റൂമിൽ അടച്ചിരുന്ന ആ 12 ശിഷ്യന്മാര് കർത്താവിന്റെ പ്രത്യക്ഷത കണ്ടിട്ട് അവന്റെ സുവിശേഷവുമായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി. 12 പേരില് 11 പേരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. അവർക്ക് ആ ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? കർത്താവിന്റെ ഉയർപ്പിനെ അവര് കണ്ടു, അനുഭവിച്ചു എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് സത്യമാണ് എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ അവൻ ദൈവപുത്രനല്ല എന്ന് പറയുന്നത് അതൊരു കണ്ണുപൊട്ടന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, ദൈവമല്ല എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു മനുഷ്യന് അത് അസത്യമാണെന്ന് പറയണമെങ്കിൽ, അത് അസത്യമാണെന്ന് പറയുവാണെങ്കിൽ അത് തൻ്റെ ജീവിതത്തെ തന്നെ ഡിനേ ചെയ്തുകൊണ്ട് മാത്രമേ അതിൽ അങ്ങനെ പറയുവാനായിട്ട് കഴിയുള്ളൂ. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിച്ചു. ദൈവം മനുഷ്യന് ഒരു രക്ഷയൊരുക്കി. ആ ദൈവത്തെ ആ ഉയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം പൂർണ്ണമായി വരുത്തി, ആ കർത്താവിനെ പൂർണ്ണമായി ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിപ്പിക്കപ്പെടാത്ത ഒരു സംഭവമായി മാറി.
ആ ഉയർപ്പ് എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ പിന്നെ പൗലോസ് പറയുന്ന കാര്യം, അവരിൽ നിന്നാണ്, ആരിൽ നിന്നാണ്? കർത്താവായ യേശുക്രിസ്തു ജഡത്തെ സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനായി ജനിച്ചതും ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലത്വവും ഈ കൃപയും പ്രാപിച്ചത് കർത്താവായ യേശുക്രിസ്തു തനിക്ക് കൊടുത്തതാണ്. നമുക്കറിയാം, പൗലോസ് ശൗൽ എന്ന് പറയുന്ന ആ വ്യക്തി ക്രിസ്ത്യാനികൾക്ക് എതിരെ കൊലയും അക്രമവും നിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവായ യേശുക്രിസ്തു വിളിച്ചു. അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണപ്പോൾ കർത്താവിനെ കണ്ടു. കർത്താവിനോട് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് അവനെ തന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന കർത്താവായ യേശുക്രിസ്തുവാണ് അപ്പോസ്തലനായ പൗലോസിന് അപ്പോസ്തലത്വവും ഈ കൃപയും കൊടുത്തത്. അത് എന്തിനു വേണ്ടിയാണ് കൊടുത്തത്? അത് സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ്. ഇംഗ്ലീഷിൽ ഫോർ ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത് എമംഗ് ഓൾ നേഷൻ ഫോർ ഹിസ് നെയിം. എല്ലാ ജാതികളുടെയും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും ഇടയിൽ ഒരു വംശ വ്യത്യാസം ഒന്നുമില്ലാതെ, ഇപ്പൊ പത്രോസിനെ പറ്റി പറയുന്ന അവൻ യഹൂദന്മാരുടെ അപ്പോസ്തലൻ എന്നാണ്, യഹൂദന്മാർക്ക് വേണ്ടിയുള്ള അപ്പോസ്തലൻ. അതെ, പക്ഷെ പൗലോസിനെ പറ്റി പറയുന്ന അവൻ എല്ലാ പൗലോസിനെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ യഹൂദന്മാരുടെ ഇടയിലും ജാതികളുടെ ഇടയിലും രാജാക്കന്മാരുടെ ഇടയിലും എന്റെ സാക്ഷിയായിരിക്കും എന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്. സകല ജാതിക്കാർക്കും അപ്പോസ്തലനായിട്ട് പൗലോസിനെ വിളിക്കുകയാണ്. പൗലോസിന് അപ്പോസ്തലത്വം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് വേണ്ടിയാണ്. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. നമുക്ക് മത്തായി സുവിശേഷം 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഈ വാക്കുകളെ, കർത്താവിന്റെ ആ ഗ്രേറ്റ് കമ്മീഷനെ പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു വാക്കാണ് പൗലോസ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താണ്? സകല ജാതികളെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് വേണ്ടിയാണ് ഞാൻ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത് എടുത്തു പോയി കഴിച്ചുകൊള്ളുവിൻ. അതിന് നിങ്ങൾക്ക് പൂർണ്ണ അനുവാദം തന്നിരിക്കുകയാണ്. നിങ്ങൾ പോയി കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പോയി എടുത്ത് കഴിച്ചുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പോയി സുവിശേഷം പറയുക, അവര് വിശ്വസിക്കുന്നവരെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നത് ഒക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം എൻ്റെ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് കർത്താവ് നമ്മളോട് കൽപ്പിച്ചത്. പൗലോസ് അത് ഏറ്റെടുത്തു, പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്തു. എന്നിട്ട് പറയുകയാണ്, ഞാൻ സകല ജാതികളുടെ ഇടയിലും പോയി ഈ വിശ്വാസം പറയുന്നു. ഈ വിശ്വാസത്തിന് അവരിൽ നിന്ന് അനുസരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം എനിക്ക് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ദൈവം നമ്മളെയും അതിന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പോയി സകല ജാതികളോടും സുവിശേഷം പറയുക, അവരെ എന്താണ്, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് ദൈവം ആ ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു അധികാരം തന്നിരിക്കുന്നത് പോലെയാണ് നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. പൗലോസിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്തുകൊണ്ട് സകല ജാതികളുടെ അടുക്കൽ പോയി ആ വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായി ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മൾ പൗലോസിനെ പറ്റി പറയുന്നത്. അതിന്റെ പൂർണ്ണ സകല അർത്ഥതലങ്ങളും പൗലോസ് അത് പൂർണ്ണമായി ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തിക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ പൗലോസിന്റെ കൃപയും അപ്പോസ്തലത്വവും നമ്മൾ അവിടെ അതിനാൽ കാണുകയാണ്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയാണ്, നിങ്ങളല്ലേ ഞങ്ങളുടെ ആ ദിവസത്തിൽ പ്രശംസയും കിരീടവും എന്ന് പറയുന്നത്. പൗലോസിന്റെ അപ്പോസ്തലത്വത്തിന്റെ ഒരു മുദ്രയായിരുന്നു റോമിലുള്ള ആ ആളുകൾ. അവരുടെ വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെയും ആ മുദ്ര തന്നെയാണ് ആ പൗലോസിന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്രയാണ്. പൗലോസ് ആരെയാണോ സെർവ് ചെയ്യാൻ വിളിക്കപ്പെട്ടത് അവരൊക്കെ സെർവ് ചെയ്യുന്നത് മുഖാന്തരം ഉണ്ടാകുന്നത്. നമുക്കും ഉണ്ടാകുന്ന ഒരു കിരീടം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആരെ സെർവ് ചെയ്യാനാണോ, ആരെ ശുശ്രൂഷിക്കാനാണോ അവരെ ശുശ്രൂഷിക്കുന്നതാണ്
നമുക്ക് ദൈവത്തിന് മുമ്പാകെയുള്ള കിരീടവും പ്രശംസ എന്ന് പറയുന്നത്. പൗലോസ് റോമിലെ സഭയെ ഓർത്ത് പറയുകയാണ്, എനിക്ക് ലഭിച്ച അപ്പോസ്തലത്വത്തിൽ നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ വെളിയിലും മറ്റുള്ളവർ ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടിയല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് അല്ലെങ്കിൽ നമ്മളെ വിളിച്ചിരിക്കുന്നതും ദൈവം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ റോമിലുള്ള സഭയെ പറ്റി പറയുകയാണ്, നിങ്ങൾ ആരാണ്? ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും. അത് 1-ാമത്തെ വാക്യത്തിലാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിലെ ഏറ്റവും അവസാനമാണ്. To all that be in Rome, beloved of God, called to be saints, grace to you and peace from God our Father and the Lord Jesus Christ. നിങ്ങൾ റോമിലുള്ളവർക്ക്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവര്, വിശുദ്ധന്മാരാകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവര്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ റോമാലേഖനം തന്നെ 8-ാം അധ്യായം അതിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. മതി. അപ്പം പൗലോസ് റോമിലുള്ളവരോട് പറയാണ്, ബിലവഡ് ഓഫ് ഗോഡ് കോൾഡ് ടു ബി സെയിൻസ്, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. റോമ 8:28 വരാൻ നേരത്തെ ദൈവം പറയാണ്, ദൈവത്തിന്റെ നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? നിർണയപ്രകാരം വിളിച്ചിരിക്കുകയാണ്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവരെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു. ദൈവം റോമിലുള്ള സഭയെ, ദൈവം അവരെ സ്നേഹിച്ച് അവരെ വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ്? വിശുദ്ധന്മാരാകുവാൻ, അല്ലെങ്കിൽ തന്റെ പുത്രനോട് സ്വരൂപരായിത്തീരുവാൻ, യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനായിട്ട് അവരെ വിളിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അവരെ മാറ്റിവെച്ചിരിക്കുകയാണ്. സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്, അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. റോമിലുള്ള സഭയെ വിളിച്ചതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. നമ്മള് കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ഈ വിളി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. നമ്മള് ഈ റോമ 8:30 വാക്യത്തിൽ വിളിച്ചവരെ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതായത് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻനിയമിച്ചവരെയാണ് വിളിക്കുന്നത്. മുൻനിയമിച്ചവർ എല്ലാവരെയും വിളിക്കുന്നു. വിളിക്കുന്ന എല്ലാവരെയും ദൈവം എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്ന എല്ലാവരെയും തേജസ്കരിക്കുന്നു. അങ്ങനെയാണ് ആ വാക്യത്തിന്റെ ഘടന വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ സ്നേഹിച്ചു. അത് ദൈവത്തിന് മാത്രം അറിയുന്ന കാരണങ്ങളാൽ ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം നമ്മളെ വിളിച്ചു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നാം. ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നാം ദൈവത്താൽ വിളിക്കപ്പെട്ടതും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഈ കൃപയും സമാധാനവും ദൈവം പൗലോസ് റോമിലുള്ള സഭയ്ക്ക് ആശംസിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന്റെ കൃപയിൽ ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഉണ്ടാകണം. നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. നമ്മുടെ സ്വന്തം ശക്തിയിൽ ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ കൃപയിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. നമ്മൾ പാട്ട് പാടുമ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. നമ്മൾ മീറ്റിംഗ് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടാകണം. സമാധാനവും ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. അത് പിതാവിൽ നിന്നുള്ള സമാധാനം, ദൈവത്തിൽ നിന്നുള്ള സമാധാനം, യേശുക്രിസ്തുവിൽ നിന്നുള്ള സമാധാനം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അത് ദൈവം നമുക്ക് നൽകുന്ന ഒന്നാണ്. ദൈവം നമുക്ക് ആ സമാധാനം നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആകുലതകളും നമ്മുടെ ചിന്താകുലങ്ങളുമായിട്ട് ആ സമാധാനം പലപ്പോഴും നമ്മൾ തട്ടിക്കളയുന്നവരാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ സമാധാനം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് ആദ്യമായിട്ട് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്ന ഈ ഒരു കാര്യം വളരെ ദീർഘമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനാണ്. സുവിശേഷത്തിനായി വിളിക്കപ്പെട്ട ആളാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്. ആ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതാണ്. അത് പഴയ നിയമത്തിൽ വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടതാണ്. അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ജഡത്തിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച ആളാണ്.
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഉയർത്തെഴുന്നേൽക്കുക ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട ആളാണ്. ആ യേശുക്രിസ്തുവിലാണ് എനിക്ക് അപ്പോസ്തലത്വവും കൃപയും ലഭിച്ചത്. അപ്പോസ്തലത്വം ലഭിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ജാതികളിൽ സകല ജാതികളിലും എന്താണ് വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ്. അതില് നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു, റോമിലുള്ള സഭയും ഉൾപ്പെട്ടിരിക്കുന്നു. ആ റോമിലുള്ള സഭ എന്ന് പറയുന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ നിന്നുള്ള കൃപയും സമാധാനവും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായി തീർന്ന് അതുകൊണ്ട് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.